ചെയ്ത ഓരോ സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നും കുറച്ച് ഓവറായി പോയി, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്ത് ചെയ്യാമായിരുന്നു എന്ന് തോന്നും. ഇതും കുറെ കാലം കഴിയുമ്പോൾ എനിക്കിത് കാണുമ്പോൾ ഇത് തോന്നും ഇതും അത്ര നന്നായില്ല, കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നും. അങ്ങനെ ഓരോ സിനിമകൾ കഴിയുമ്പോൾ നമുക്ക് ജീവിക്കുന്നുള്ള അതിമോഹം എടാ മധുസാർ 93 മനസ്സിലായ ഞങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ സെഞ്ചുറി അടിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളോട് പറയല്ലേ. നീ വിചാരിക്കുമ്പോഴൊന്നും അല്ല കാര്യങ്ങൾ. ഇങ്ങനെ ഫണ്ണായിട്ടൊക്കെ ഇങ്ങനെ വിഷമിപ്പിക്കുമ്പോ വിഷമമുണ്ടോ? ഇതിനൊക്കെ എന്ത് വിഷമം? ഇതൊക്കെയാണ് ചെറുപ്പത്തില് കുട്ടിക്കാലം മുതൽ കാണാൻ പിന്നെ ആ ഒരു വാത്സല്യം ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. ട്രിബ്യൂട്ടാ കൊടുത്തത്. ഇഷ്ടമുണ്ട് എന്താണ് നീ നിനക്ക് ക്രഷ് അടിച്ചു തോന്നിയില്ലേ? അതുപോലെ എനിക്കും ക്രഷ് അടിച്ചായിരുന്നു. അപ്പൊ സ്വന്തം ചേട്ടന്റെ ഭാര്യയോട് എങ്ങനെയാണ് ട്രാക്കായി പോയെന്നെ പടം. നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കല്ല നമ്മുടെ കുടുംബത്തിൽ കിട്ടാൻ പറ്റില്ല ഇവരെ. എടാ എന്റെ പോലെ ഇതാണ് ഇവന്റെ കയ്യിലിരിപ്പ്. പക്ഷെ ഇരിക്കട്ടെ, ഒരു ഗുരുത്തം കേട്ട മോൻ അങ്ങനെ ഇരിക്കട്ടെ. അപ്പനും വെറുതെ ഇരുന്നല്ലേ പറയാനൊരു വോയിസ് വേണ്ടേ. ഈ സിനിമ ധ്യാൻ വന്നപ്പോ സിനിമയ്ക്കാണ് അത് ഗുണം ചെയ്തത്. ഞങ്ങൾ ഇന്റർവ്യൂസിനും നല്ല ഗുണം ചെയ്തു. തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് എന്നെ പറ്റി നല്ല വാക്ക് പറയുമ്പോ ഞാൻ അത് ഫ്ലോ പോയിടും. ഫ്ലോ പോയി ഒന്നും മിണ്ടുന്നില്ല. ദിലീപേട്ടൊന്നും പറഞ്ഞു അത് അത്രേ ഉള്ളൂ. നീ നോക്കൂ. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു ഇതേതാ പടം? ഞങ്ങളൊരു പടം എത്തിക്കൂടെ പുതിയ ആൾക്കാരുടെ എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഇവിടുന്ന് വരുന്നു ഇത്രയും പുതിയ ആൾക്കാർ. വേറെ ഗ്രഹത്തിൽ നിന്നൊക്കെ വരികയാണോ?